ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇഡിയുടെ സമൻസ്. മദ്യനയ അഴിമതി കേസിൽ ഈ മാസം 21-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 8 തവണ സമൻസ് നൽകിയെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിലാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഈ മാസം 21-ന് അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 8 തവണ സമാനമായ നോട്ടീസ് നൽകിയിട്ടും വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാതെ ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ്, നിലപാടാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിക്കുകയും കോടതി കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ മുഖ്യമന്ത്രിക്ക് അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണ ഏജൻസിയുടെ സമൻസ് സ്റ്റേ ചെയ്യാനാകില്ല എന്ന് വളരെ വ്യക്തമായി കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് മുൻപിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകേണ്ടി വരും. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പോലും അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യത്തിൽ വിടേണ്ട സാഹചര്യമാണ് നിലവിലുണ്ടാവുക. അതായത് മുൻകൂർ ജാമ്യം കോടതി അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ചോദ്യം ചെയ്യലിന് അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകേണ്ടി വരും. അതുകൊണ്ട് ഈ 9ാമത്തെ തവണ നൽകിയിട്ടുള്ള നോട്ടീസിന്മേൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതും അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. കേസിൽ ഇതുവരെ പിടിയിലായിട്ടുള്ള പ്രതികളുമായി അല്ലെങ്കിൽ ഈ മദ്യനയ അഴിമതിയിലെ കുറ്റവാളികളുമായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഫേസ് ആപ്പ് വഴി, അതായത് സമൂഹ മാധ്യമങ്ങൾ വഴിയും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിട്ടുള്ളത്. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയും അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ രണ്ടാമനുമായിരുന്ന മനീഷ് സിസോദിയ, BRS നേതാവ് കവിത, ഒപ്പം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള വ്യവസായി വിജയ് നായർ തുടങ്ങിയ നിരവധി പേർ കേസിൽ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട്. ഡൽഹിയിൽ പുതിയ മദ്യനയം രൂപീകരിച്ച് മദ്യവിതരണത്തിന്റെ ചുമതല പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾക്ക് വിട്ടു നൽകിയതിലൂടെ ഏകദേശം 100 കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ 100 കോടി രൂപ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റി എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. അതിന്മേലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ED നോട്ടീസ് നൽകിയിട്ടുള്ളത്. വ്യക്തമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ED സമൻസ് അയച്ചിരിക്കുകയാണ്. മദ്യനയ അഴിമതി കേസിൽ ഈ മാസം 21-ന് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 8 തവണ സമൻസ് നൽകിയെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.